വടക്കനച്ചൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇനി വടക്കനച്ചൻ എന്ന് കേട്ടിട്ടില്ലെങ്കിൽ തന്നെ വിമോചന സമരം എന്ന് കേട്ടിട്ടുണ്ടോ? വിമോചന സമരം എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ വടക്കനച്ചനെയും കേട്ടിട്ടുണ്ടാവും. തൃശ്ശൂർ ജില്ലയിലെ തൊയ്ക്കാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഔസേപ്പുണ്ണി ജനിച്ചത്. 12-ാം വയസ്സിൽ അമ്മയും 13-ാം വയസ്സിൽ അപ്പനും നഷ്ടപ്പെട്ടു. 7-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 14-ാം വയസ്സിൽ വടക്കനച്ചൻ തൊട്ടടുത്തുള്ള പള്ളിക്കൂടത്തിൽ അധ്യാപകനായി. പിന്നീടാണ് വൈദിക വൃത്തിയിലേക്ക് പോകുന്നത്. 1951-ൽ അദ്ദേഹം ഒരു ബ്രദറായി മാറി. അങ്ങനെ ബ്രദർ വടക്കനായി അറിയപ്പെട്ടു തുടങ്ങി. കാരണം അന്നേ അദ്ദേഹം രാഷ്ട്രീയത്തിലിറങ്ങി. എന്താ ശ്രദ്ധിക്കപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ട് ACF എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. 1956-ൽ വൈദികനായതിനു ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയുള്ള വിമോചന സമരത്തിൻ്റെ സൈന്യാധിപനായി അച്ഛൻ മാറുന്നത്. യഥാർത്ഥത്തിൽ വിമോചന സമരത്തിൻ്റെ സർവ്വ സൈന്യാധിപനായിരുന്നു വടക്കനച്ചൻ. ആ സർക്കാർ പോയി പട്ടം താണുപിള്ളയുടെ അടുത്ത സർക്കാർ വന്നു. ആ സമയത്താണ് അമരാവതിയിൽ കുടിയിറക്ക് നടക്കുന്നത്. അമരാവതിയിലെ പ്രശ്നം AKG ഏറ്റെടുത്ത് സമരത്തിനിറങ്ങി. ഈ സമയത്ത് വടക്കനച്ചൻ യൂറോപ്പിൽ പര്യടനത്തിലായിരുന്നു. തിരിച്ചെത്തിയ അച്ഛൻ അറിയുന്നത് അമരാവതിയിലെ പ്രശ്നമാണ്. അച്ഛൻ നേരെ പോയത് അരമനയിലേക്കായിരുന്നില്ല, അമരാവതിയിലേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് വടക്കനച്ചൻ പറഞ്ഞു, കുടിയിറക്കപ്പെട്ടവർക്ക് വേണ്ടി ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ടുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നിച്ചു നിൽക്കുമെന്ന്. വടക്കനച്ചൻ്റെ ഈ പ്രഖ്യാപനം വലിയൊരു അമ്പരപ്പോടു കൂടിയാണ് കേരളം കേട്ടുനിന്നത്. പിന്നീടാണ് വടക്കനച്ചൻ കർഷക തൊഴിലാളി പാർട്ടി എന്ന KTP രൂപീകരിക്കുന്നത്. 67-ലെ EMS സർക്കാരിലെ സപ്തകക്ഷി മുന്നണിയിൽ KTPയും പങ്കാളിയായി. അങ്ങനെ B. വെല്ലിംഗ്ടൺ മന്ത്രിയുമായി. ഇതിനിടയിൽ അച്ഛൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിലക്കുകളും ഒക്കെ ഉണ്ടായി. അച്ഛൻ ഇതേക്കുറിച്ച് പിന്നീട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പ്രസംഗിച്ചപ്പോൾ മെത്രാന്മാർ അനുഗ്രഹിച്ചു, കുടിയിറക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടപ്പോൾ മെത്രാന്മാർ കൂദാശയും മുടക്കി എന്നാണ്. തുടർന്ന് നേത്രദാന പ്രസ്ഥാനത്തിലും മദ്യനിരോധന സമിതിയിലുമൊക്കെ പ്രവർത്തിച്ച വടക്കനച്ചൻ എന്നും വിശ്വസിച്ചിരുന്ന പ്രമാണം ഇതായിരുന്നു: പള്ളി ജനങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലേണ്ടത്, ജനങ്ങൾ പള്ളിയിലേക്കല്ല പോകേണ്ടത്. ഇക്കാലത്ത് ഏതെങ്കിലും പിതാവും പുത്രന്മാരുമൊക്കെ ഇത് അംഗീകരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഈ വ്യത്യസ്തതയാണ് വടക്കനച്ചനെ ഇങ്ങനെയൊക്കെ ആക്കിയത്.